ഹായ് ഓൾ, വെൽക്കം ടു അമൃത IAS UPSC സക്സസ് സീരീസ്. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അക്ഷയ് ദിലീപാണ്. അക്ഷയ് ദിലീപ് 2024 UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 246 റാങ്ക് സെക്യൂർ ചെയ്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് അക്ഷയ്. താങ്ക് യു സാർ. സോ അക്ഷയ് ഓൾറെഡി ഒരു സിവിൽ സർവൻ്റ് ആണ്, ഇന്ത്യൻ ട്രേഡ് സർവീസിൽ ഓഫീസറാണ്. അക്ഷയുടെ സിവിൽ സർവീസ് അല്ലെങ്കിൽ UPSC പ്രിപ്പറേഷൻ ജേണി ഒന്ന് ആഫ്റ്റർ ഗ്രാജുവേഷൻ ഒന്ന് ബ്രീഫായിട്ട് പറയാൻ പറ്റൂ? ബ്രീഫായിട്ട് പറയാന്ന് പറയുമ്പോൾ ഞാൻ ഗ്രാജുവേഷൻ 2016 തീർത്തത്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഫ്രം തൃശ്ശൂർ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ എല്ലാം ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് ഞാൻ സിവിൽ സർവീസ് എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി മനസ്സിൽ. ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു ആയുർവേദിക് മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും എൻ്റെ ഒരു പാർട്ട്ണറായിട്ടുള്ള ഡോക്ടർ യാദവും ഉണ്ടായിരുന്നു. ഞാൻ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്ത് അത് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അറൗണ്ട് 2020 ആണ് നമുക്ക് കോവിഡ് ഹിറ്റ് ചെയ്തത്. കോവിഡ് ഹിറ്റ് ചെയ്ത് നമുക്കെല്ലാം ഒരു റോഡ് ബ്ലോക്ക് വന്ന് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു തോട്ട് വന്നു. ഐ തോട്ട് ഐ കുഡ് ഡു സംതിങ് മോർ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ട്രൈ ചെയ്താലോ എന്നുള്ളൊരു ഫീലിംഗ് വന്നപ്പോഴാണ് ഓക്കെ മേ ബി ഐ ഗിവ് ഇറ്റ് എ ട്രൈ, ഒരു 2 അറ്റംപ്റ്റ് കൊടുക്കാം, മേ ബി നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ഫീലിംഗ്, ലൈക്ക് ആ ഒരു ഫീലിംഗ് അന്ന് ഇല്ലെങ്കിൽ പോലും മേ ബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു സംഭവം നോക്കി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് പ്രിപ്പറേഷൻ. ആൻഡ് അഗെയിൻ 2020 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 2025 ആയി. ഓൾമോസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. 4 അറ്റംപ്റ്റ്സ് കഴിഞ്ഞു. 2 വട്ടം റാങ്ക് ലിസ്റ്റിൽ കയറി. ബട്ട് ഹോപ്പ്ഫുള്ളി ഈ വട്ടം ഐ ഗെറ്റ് ദ സർവീസ് ദാറ്റ് ഐ വോണ്ട്. ഒരു ഓണ്ടർപ്രണർ ആണ്, സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആണ്. ദെൻ നമ്മുടെ അക്കാഡമിക്സിൽ നിന്നും യു ഹാഡ് എ ലോങ് ബ്രേക്ക്. 2016 ശേഷം 2021 വരെ ഒരു വലിയ ബ്രേക്കാണ് അക്കാഡമിക്സിൽ ഉണ്ടായത്. ദെൻ UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനി കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ് യു ഫേസ്ഡ്? സർ ആക്ച്വലി ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ബിക്കോസ് 2016 ഞാൻ നമ്മുടെ ഗ്രാജുവേഷൻ പീരീഡിൽ പ്രോബബ്ലി നമ്മൾ പഠിക്കുകയല്ല ചെയ്യുക, നമ്മൾ കുറേ എൻജോയ് ചെയ്യും, അതിൻ്റെ ഒപ്പം നമ്മൾ സൈഡിൽ കൂടെ പഠിച്ചു പോകും. സോ ആക്ച്വലി പ്ലസ് ടു 2012 കഴിഞ്ഞത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ 4 കൊല്ലം ശരിക്കും പറഞ്ഞാൽ പഠിക്കാനുള്ള എഫേർട്ട് നമുക്ക് അധികം ഉണ്ടാവില്ല. സോ ലിറ്ററലി പറയുകയാണെങ്കിൽ 2012 കഴിഞ്ഞിട്ട് 2020 പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും നമ്മൾ പഠിക്കണമല്ലോ, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ചിന്തിച്ചു തുടങ്ങണേ. സോ പഠിക്കുക എന്നുള്ള ആ ഒരു ടെക്നിക്ക് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. സോ ആദ്യത്തെ ഒരു അറൗണ്ട് 2 വീക്സ് ടു 3 വീക്സ് എനിക്ക് അത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു സമയം പിടിച്ചു. എത്ര നേരം നമ്മൾ ഇരിക്കണം, എങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പോലെ അല്ല നമ്മളൊരു ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് പഠിക്കുക, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോ അതിനെങ്ങനെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, എങ്ങനെ അതിനെ ഉൾക്കൊള്ളണം എന്നുള്ളതും, ഹൗ ടു സ്റ്റഡി ബേസിക് ടെക്നിക്സ് ആണ്. ഇതൊക്കെ ഒന്ന് ഞാൻ റീഡിസ്കവർ ചെയ്യേണ്ടി വന്നിരുന്നു. ബട്ട് സ്റ്റിൽ ഈവൻ ദോ ഇറ്റ് വാസ് എ ചാലഞ്ച്, നമ്മുടെ മനസ്സിൽ നമുക്കൊരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. സോ എന്താണ് മിസ്റ്റേക്സ് കണ്ടുപിടിച്ചു, അത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ നമ്മൾ പതുക്കെ പിക്കപ്പ് ചെയ്തു. അങ്ങനെ ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, UPSC ജേർണി കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഏതൊക്കെ രീതിയിലാണ് ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് അക്ഷയിനെ അമൃത IAS അക്കാഡമിയിൽ നിന്നും സപ്പോർട്ടായിട്ട് വന്നു? സർ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യണം തീരുമാനിച്ച സമയത്ത് കോവിഡ് ആയിരുന്നു. കോവിഡ് കഴിഞ്ഞ് ഐ തിങ്ക് ഫസ്റ്റ് വേവ് കഴിഞ്ഞ് നമ്മുടെ മേജർ ലോക്ക്ഡൗൺ, ഒരു 3 months ലോക്ക്ഡൗണിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നത്. ആ സമയത്ത് വേറെ എവിടെയും നമുക്ക് ക്ലാസ്സസ് ഇല്ല. ഓഫ്ലൈനായിട്ട് പോയി നിൽക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മനസ്സിൽ വന്നിട്ടില്ല. ബിക്കോസ് ഞാനും അന്ന് അത്ര സീരിയസ് ആസ്പിറൻ്റ് അല്ല. ചെയ്യണം എന്നുണ്ട്, ബട്ട് അതെങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം ബിസിനസ്സും നോക്കണം, രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്ത് പോകുക എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ത്രൂ എ ഫ്രണ്ട് ഹൂ സ്റ്റേയിങ് ഇൻ ട്രിവാൻഡ്രം, അമൃത കൊള്ളാം, അമൃതയ്ക്ക് ഓൺലൈൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെയാണ് അമൃതയിലേക്ക് ഞാൻ ആ കൊല്ലം വരുന്നത്. സോ അഗെയിൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അന്നത്തെ കുറച്ച് ഫാക്കൽറ്റീസ് ഉണ്ട്. ഇപ്പോൾ കുറേ പേരൊക്കെ സർവീസ് കയറി. ബട്ട് പ്രൈമറിലി പറയുകയാണെങ്കിൽ നിതിൽ കുന്നേപ്പറമ്പിൽ സാർ ഇപ്പോൾ IFS ആണ്. ആൾ സർവീസ് കയറിയത് ആ കൊല്ലമായിരുന്നു. അപ്പോൾ ഉള്ള സമയത്ത് ഒരു 3 months ആൾ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ ഇൻ പുട്ടിങ് അപ്പ് എ ബേസ് ഫോർ ഹിസ്റ്ററി എസ്പെഷ്യലി. അപ്പോൾ ഏൻഷ്യൻ്റ് തൊട്ട് മെഡീവൽ, അഗെയിൻ ഫ്രം ദെയർ ടു മോഡേൺ എത്തുന്നവരെ ഒരു 3 monthsൻ്റെ ആളുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. സോ അതെനിക്ക് ഇപ്പോഴും, ഇപ്പോൾ കഴിഞ്ഞൊരു പ്രിലിംസ് ഞാൻ വീണ്ടും എഴുതിയപ്പോഴും എനിക്ക് പല കാര്യങ്ങളിലും അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഹിസ്റ്ററിയിൽ പലപ്പോഴും നമുക്ക് ഫാക്ട്സ് പഠിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ആ സ്റ്റോറി ലൈൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഗെസ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പല ഹെൽപ്പും എനിക്ക് അമൃതയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ബേസിക്കലി ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്പാർക്ക് കിട്ടുക എന്ന് പറയുന്നൊരു സംഭവം ഇവിടുത്തെ 1-2 ടീച്ചേഴ്സിൻ്റെ നിന്നും, അപ്പാർട്ട് ഫ്രം ദാറ്റ് ബേസിക്സ് ഓഫ് എവറി ഹ്യൂമാനിറ്റി സബ്ജക്ട്, എസ്പെഷ്യലി പോളിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇവിടെ നിന്നാണ്. നമുക്ക് എൻജിനീയറിംഗിൽ മാത്സ് വളരെ ഏർലി സ്റ്റേജസിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ്
ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ CSAT പോലെ കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റീസണിങ് ഇൻവോൾവ് ആയിട്ടുള്ള സബ്ജക്ട്സ് വരുന്നത്. സോ ആ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? സർ അഗെയിൻ ഞാൻ ആദ്യം വിചാരിച്ചത് ഐ വാസ് ഗുഡ് ഇൻ മാത്സ് ബിക്കോസ് നമ്മൾ പ്ലസ് ടുവിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിൻ്റെ ഒരു മേ ബി അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മാത്സിൽ കുഴപ്പമുണ്ടാവില്ല. കാരണം 10th സ്റ്റാൻഡേർഡ് മാത്സ് ആണ് UPSC എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ഈവൻ ദോ ലാസ്റ്റ് കുറച്ച് കപ്പിൾ ഓഫ് ഇയേഴ്സ് വി ഹവ് സീൻ ദ സ്റ്റാൻഡേർഡ് ഗോ അപ്പ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഐ വാസ് കോൺഫിഡൻറ്റ് ഇനഫ്. ബട്ട് ഞാനൊരു CSAT പേപ്പർ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഐ ന്യൂ ദറ്റ് ഐ ഹാഡ് സം ഷോർട്ട് ഫോൾസ്. കാരണം നമ്മൾ ഒരു 2 മണിക്കൂറിൽ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്ത് ആ കട്ട് ഓഫ് കിടക്കുക, ഈ ബേസിക് സ്കോറിംഗ് മാർക്ക് പാസ് മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ബിക്കോസ് അഗെയിൻ 2016 പാസ് ഔട്ട് ആയെങ്കിലും 2014 മറ്റോ ആണ് ഞാൻ മാത്സ് നിർത്തിയത്. നമുക്ക് കണക്ക് കൂട്ടാനും കഴിക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് വേറെ ഒന്നിനും മാത്സ് നമുക്ക് ആവശ്യമില്ല. സോ മാത്സിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കുറേ LCM HCF അല്ലെങ്കിൽ മേ ബി ക്ലോക്ക് വർക്ക് ഇങ്ങനത്തെ ബേസിക് സാധനങ്ങളുണ്ടല്ലോ, ഇതൊന്നും നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. സോ അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രാക്ടീസും കുറഞ്ഞു, നമ്മുടെ സ്പീഡ് കുറഞ്ഞു. സോ അതൊരു ചലഞ്ചായിരുന്നു. സോ ആ സമയത്ത് തന്നെ അമൃതയിൽ CSATൻ്റെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ജയകുമാർ സാറായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ഇഫ് ഐ റിമെമ്പർ ഹിസ് നെയിം റൈറ്റ്ലി. കാരണം ഓൺലൈനായിരുന്നു, ആരും എനിക്ക് നേരിട്ട് അന്ന് കണ്ടുപരിചയമില്ലാത്തത് കൊണ്ട് തന്നെ. സോ അതുകൊണ്ടാണ് ഈ പേര് പറയാൻ എനിക്ക് ചെറിയൊരു ഓർമ്മ കുറവ്. ബട്ട് അഗെയിൻ ആളുടെ ബേസിക്സ് ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, LCM HCF അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത്. സോ ഐ വാസ് ബാക്ക് ഇൻ ട്രാക്ക്. ആ കൊല്ലം CSAT കുഴപ്പമുണ്ടായിരുന്നില്ല. ആ കൊല്ലം എനിക്ക് ഫസ്റ്റ് കൊല്ലം എനിക്ക് GS ആണ് ഇഷ്യൂ ഉണ്ടായിരുന്നത്. കാരണം അതിൽ എൻ്റെ പ്രിപ്പറേഷനിൽ കുറച്ച് ഷോർട്ട് ഫോൾസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് എൻ്റെ CSAT ജേർണി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് സ്റ്റേജസിൽ എല്ലാ ആസ്പിരൻസിനും ഉണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത് ഓപ്ഷണൽ നമ്മൾ എടുക്കുക. കാരണം നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എങ്ങനെയായിരുന്നു ആ ഒരു ഇഷ്യൂ അക്ഷയ് അഡ്രസ് ചെയ്തത്? അഗെയിൻ ഞാൻ കുറച്ച് തോട്ട് പ്രോസസ് പോയിട്ട് എടുത്തിട്ടുള്ളൊരു ഓപ്ഷനിലാണ്. എൻ്റെ ഓപ്ഷണൽ സോഷ്യോളജിയാണ്. സോ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് നിതിൻ സാറായിട്ട് സംസാരിച്ചപ്പോഴും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഐ തോട്ട് ഐ വിൽ ടേക്ക് ഹിസ്റ്ററി ബിക്കോസ് എനിക്കൊരു ഡിസ്റ്റിങ്ക്ട് ബെൻ ടുവേർഡ്സ് ഹിസ്റ്ററി ഉണ്ട്. എനിക്ക് ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് കണക്ട് ചെയ്യാൻ ഇഷ്ടമാണ് ഇങ്ങനത്തെ സബ്ജക്ട്സ്. സോ ആദ്യം ഞാൻ ഹിസ്റ്ററി പഠിക്കാമെന്നായിരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ് പോയത്. പിന്നെ അഗെയിൻ സാറായിട്ട് സംസാരിച്ചു. ഇവിടെ ഫാക്കൽറ്റീസ് കുറച്ച് കുറവായിരുന്നു. ഹിസ്റ്ററി സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്കൽറ്റീസും ടെസ്റ്റ് സീരീസ് കിട്ടാനും കേരളത്തിൽ കുറച്ച് കുറവാണെന്നുള്ളൊരു ഒപ്പീനിയൻ പൊതുവേ ഉണ്ടായിരുന്നു അന്ന്. സോ അഗെയിൻ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടല്ല പ്രിപ്പയർ ചെയ്യുന്നത്. സോ അഗെയിൻ കുറച്ച് ത്രൂ ഓൺലൈൻ ആണെങ്കിലും ഇങ്ങനെ പല റിസർച്ചസ് ഒക്കെ നടത്തിയപ്പോൾ ഐ തോട്ട് സോഷ്യോളജി ഈസ് എ ഡൂവബിൾ ഓപ്ഷൻ. പിന്നെ സോഷ്യോളജി ഫാക്കൽറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെ. ടെസ്റ്റ് സീരീസ് കിട്ടാൻ ഒരു പാടുമില്ലാത്തൊരു സബ്ജക്റ്റാണ്. പിന്നെ അഗെയിൻ GS1 ആയിട്ടും SAക്കും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് ആണെന്ന് തോന്നിയപ്പോൾ ഐ തോട്ട് ഐ ലുക്ക് ഇൻ ടു ദ സിലബസ് ഓഫ് സോഷ്യോളജി. അത് നോക്കി അഗെയിൻ NCERTs ഓഫ് ബേസിക് സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് നോക്കിയപ്പോൾ പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്, ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി. അങ്ങനെയാണ് സോഷ്യോളജി എടുക്കുന്നത്. ബട്ട് എനിക്ക് റിവാർഡിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം എനിക്ക് ആക്ച്വലി സ്കോർ 1 പേപ്പർ കുറഞ്ഞത് സോഷ്യോളജിയിലായിരുന്നു. ബട്ട് ഇപ്രാവശ്യം ഐ ഹവ് ഡൺ അത് മേക്കപ്പ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം റാങ്ക് ഇമ്പ്രൂവ് ആയി, സ്കോർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബട്ട് അഗെയിൻ നമ്മൾ പറയില്ലേ, നമ്മുടെ ഓപ്ഷണലിനെ നമ്മൾ മാർക്ക് കൊണ്ട് മാത്രമല്ലല്ലോ പലപ്പോഴും ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമുക്കതെങ്ങനെ പഠിക്കാൻ പറ്റുന്നു, നമുക്കതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു ഓവർലാപ്പിംഗ് ക്രോസ് സെക്ഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതും അതിലെ ഫാക്ടർ ആയിരിക്കും. UPSCയിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്കൊരു പ്ലാൻ ബി ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത്. അക്ഷയ് ഓൾറെഡി ഒരു പ്ലാൻ ബി എസ്റ്റാബ്ലിഷ് ചെയ്തു, സെക്യൂർ ചെയ്തിട്ടാണ് UPSCയിലേക്ക് വരുന്നത്. സോ എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരുന്നു അങ്ങനെ ഒരു പ്ലാൻ ബി ഉള്ളത്? ആൻഡ് അതുപോലെ തന്നെ വൺസ് യു ക്ലിയർഡ് ദ എക്സാം, ഇന്ത്യൻ ട്രേഡ് സർവീസിലെ ഓഫീസറാണ്. സോ അതൊരു അഡീഷണൽ ബൂസ്റ്റ് തരുന്നതിൽ മാത്രം ഹെൽപ്ഫുൾ ആയിരുന്നു? തീർച്ചയായിട്ടും സർ. അതായത് ഫസ്റ്റ് പറഞ്ഞ പ്ലാൻ ബി മോഡൽ ഇൻ ദ സെൻസ് അതെൻ്റെ പ്ലാൻ എ ആയിരുന്നു ആക്ച്വലി. ഞാൻ UPSC അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്നുള്ളൊരു പ്ലാൻ എ എനിക്കുണ്ടായിരുന്നില്ല. ബട്ട് അഗെയിൻ വന്ന സമയത്ത് ദർ വാസ് ഓൾവേസ് എ ക്വസ്റ്റൻ ഫോർ മീ. എനിക്കിതില്ലെങ്കിൽ ഞാൻ 2 അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ആളാണ്. സോ 2 അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ പരിപാടി നിർത്തി പോവാം, തിരിച്ച് എൻ്റെ ബിസിനസ് ലെവലിലേക്ക് പോവാം എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. അഗെയിൻ ബട്ട് വി ഓൾ നോ ഇതൊരു ലൂപ്പാണ്. വൺസ് നമ്മൾ വന്നു കഴിഞ്ഞ് നമുക്ക് ചെറിയ മൈന്യൂട്ട് മാർക്സിന് നമ്മൾ ക്ലിയർ ആവാണ്ടാവുമ്പോൾ നമുക്കറിയാം നമുക്ക് ക്ലിയർ ആവാൻ പറ്റുന്നു. സോ വൺ മോർ ട്രൈ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് എപ്പോഴും ഈ ഒരു സർക്കിളിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. സോ അങ്ങനെയാണ് എൻ്റെ 3rd അറ്റംപ്റ്റ് കൊടുക്കുന്നത്. ലക്കിലി ഓർ എന്താണോ എങ്ങനെ വേണമെങ്കിലും അതിനെ പറയാം, ഐ ഗോട്ട് ഇൻ ടു സർവീസ്. സോ അത് അഗെയിൻ ഒരു വലിയ ബൂസ്റ്റാണ്. കഴിഞ്ഞ കൊല്ലവും അഗെയിൻ ഞാൻ ഇവിടെ തന്നെ ഐ തിങ്ക് മനീഷായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ടോൾഡും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ റാങ്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ബട്ട് അഗെയിൻ ഇതൊരു ലക്കിൻ്റെയും കൂടെ ഒരു ഫാക്ടറാണ്.
നമുക്ക് 1 മാർക്കിന് 10 റാങ്ക് വരെ മാറാം. നമ്മുടെ ഒരു പേപ്പറിൻ്റെ മാർക്ക് മാറിയാൽ അഗെയിൻ നമ്മൾ ഉദ്ദേശിച്ച സർവീസ് കിട്ടാണ്ടിരിക്കാം. സോ ഇതിലെ പല ഫാക്ടേഴ്സും ഇതിൽ പ്ലേ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയും പല കാര്യങ്ങൾ ഇതിലുണ്ട്. സോ അഗെയിൻ ബട്ട് ഈ അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ടോട്ടലി ചേഞ്ച്ഡ് ആയിരുന്നു. കാരണം ഓൾറെഡി ഞാൻ ലിസ്റ്റിൽ ആ ഒരു ഗോൾഡൻ ലിസ്റ്റിൽ കയറി എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. അതെൻ്റെ മെയിൻസ് ആണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും ഈ 2 സ്റ്റേജസിലും ആ കോൺഫിഡൻസ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ യെസ്, ഈ ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ വേറൊരു പ്ലാൻ ഉള്ളത് എപ്പോഴും നമുക്കൊരു ബൂസ്റ്റാണ്. ബട്ട് പ്രൊവൈഡഡ് നമ്മൾ ഈ പ്ലാൻ എ എന്ന് പറയുന്ന UPSCയിൽ നമ്മൾ 100% കൊടുക്കുകയാണെങ്കിൽ. ദെൻ നമ്മുടെ ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റി നമുക്കെപ്പോഴും ഈ ഒരു എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയൊക്കെയാണ് അക്ഷയിനെ ആ ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ആസ് എൻ ഓണ്ടർപ്രണർ, ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഒബിയസ്ലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇൻഹറൻ്റ് ആയിട്ട് അത് നിങ്ങളുടെ ആ ഒരു 6 ഇയേഴ്സ് അല്ലെങ്കിൽ അത്രയും ഇയേഴ്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകും. സോ അതെങ്ങനെയാണ് നമ്മുടെ UPSC ജേർണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? സർ, പ്രിലിംസിന് ആക്ച്വലി നമ്മൾ വല്ലാത്ത റിസ്ക് എടുക്കുന്ന ഒരു സ്റ്റേജ് ഓഫ് എക്സാമാണ്. കാരണം നമ്മൾ എത്ര പഠിച്ചാലും ഒരു 3 കൊല്ലം പഠിച്ച ആളാണെങ്കിലും ആദ്യമായിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും ബേസിക്സ് പഠിച്ച ഒരാൾക്ക് ഒരു 30 to 35 ക്വസ്റ്റ്യൻസ് ഇതെല്ലാ ടോപ്പേഴ്സും പറയുന്ന ഫാക്ട്സ് ആണ്. ബട്ട് ഇറ്റ് ഇസ് ട്രൂ. അത്രേ കിട്ടുന്നുണ്ടാവുള്ളൂ നമുക്ക് 100% ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻസ്. ബാക്കി ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ഗസ് വർക്കും കുറേ നമ്മൾ എവിടെന്നെങ്കിലും കേട്ടിട്ടുള്ള കുറേ ഫാക്ട്സും ചിലപ്പോൾ സിനിമയിൽ നിന്ന് കണ്ടിട്ടുള്ള എന്തെങ്കിലും ഫാക്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ റിസ്ക് ആ സമയത്ത് നമ്മൾ ആ എക്സാമിൻ്റെ പ്രഷറിൽ അത് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നതൊരു അപ്പോൾ നമുക്ക് റിസ്ക് ആയിട്ട് തോന്നും. അതിന് നമുക്കൊരു ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യത്തിനെയാണ് നമ്മൾ മേ ബി റിസ്ക് എന്ന് പറയുക, അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് ഒരു ധൈര്യം എന്നോ ഫാക്ടർ എന്നോ എന്താ വെച്ചാൽ പറയുക. സോ അതെല്ലാവരും ബിൽഡ് ചെയ്ത് വരുന്നതാണ്. ആരും ഇൻഹറൻ്റ് ആയിട്ട് ഇപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ 77 അറ്റംപ്റ്റ്സ് ആണ് ആകെ കൊടുത്തത്. കാരണം ആ റിസ്ക് എടുക്കാനുള്ള തയ്യാറായിരുന്നില്ല ഞാൻ. മേ ബി എടുത്തിരുന്നെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുമായിരുന്നു. ബട്ട് രണ്ടാമത്തെ ആയപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 88 to 90 അറ്റംപ്റ്റ്സ് എന്തോ കൊടുത്തിരുന്നു. കഴിഞ്ഞ 2 അറ്റംപ്റ്റിലും ഞാൻ 95+ അല്ലെങ്കിൽ 90+ലേക്ക് എന്തായാലും പോകും. കാരണം ആ റിസ്ക് എടുക്കുന്നത് കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം 3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ഒരെണ്ണം ശരിയായി കഴിഞ്ഞാലും നമുക്ക് നെഗറ്റീവ് അടിക്കില്ല. സോ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ഒരു ഫാക്ടറും കൂടിയാണല്ലോ. അപ്പോൾ റിസ്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സാമിൽ. പിന്നെ അഗെയിൻ നമ്മളുടെ മെയിൻസിന് നമുക്ക് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമാണ്. കുറേ റിസ്ക് എടുക്കേണ്ട ഒരു ഫാക്ടേഴ്സ് അതിലില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്തായാലും നമ്മൾ എഴുതണം. ചില ടോപ്പിക്സ് നമുക്ക് ബൗൺസേഴ്സ് പോലെ വരും. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ലൈൻ മാത്രമേ നമുക്ക് അറിയുണ്ടാവുള്ളൂ എഴുതാൻ ആക്ച്വലി. ബട്ട് സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അക്യുമുലേറ്റഡ് നോളജ് വെച്ചിട്ട് നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണു. കാരണം അവിടെ നമുക്ക് റിസ്ക് എടുക്കേണ്ട ഓപ്ഷൻ ഇല്ല. കാരണം ഒരു മാർക്ക് ഈ പറഞ്ഞ പോലെ ഇറ്റ് മാറ്റേഴ്സ് ഇൻ അവർ റാങ്ക് ലിസ്റ്റ്. സോ അതും ഒരു റിസ്ക് ടേക്കിംഗ് ഫാക്ടറാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇൻ്റർവ്യൂവിൽ പ്രോബബ്ലി ദ മോസ്റ്റ് സേഫ് ദാറ്റ് വി പ്ലേ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ചില ഓപ്ഷൻസിൽ നമ്മളെ റിസ്ക് ആ ഒരു ഫാക്ടറിലേക്ക് അവർ പുഷ് ചെയ്യും നമ്മളെ. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ എന്നോട് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ബോക്സിംഗ് ആണ്. അപ്പോൾ ഒരു മാം എന്നോട് ചോദിച്ചത്, ബോക്സിംഗ് ഇനി നമുക്ക് വേണോ, ഒരു വയലൻറ്റ് ഗെയിം അല്ലേ, അതിലേക്ക് നമ്മളിനി പോകണോ, കാരണം ഇത്രയും നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഗെയിംസ് ആവശ്യമാണോ എന്ന് ചോദിച്ചത്. സോ അതിനെ എനിക്ക് ഒന്നില്ലെങ്കിൽ അവരുടെ ഒപ്പം സമ്മതിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത്രയും കാലം കൊണ്ട് നടന്ന സ്പോർട്സിനെ തള്ളി പറയാം. അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്റ്റാൻസ് എടുക്കാം. എനിക്ക് ബോക്സിങ്ങിനെ ഡിഫെൻഡ് ചെയ്യാം. ഞാൻ കൊണ്ടു നടന്ന സ്പോർട്സിൻ്റെ പോസിറ്റീവ്സ് എനിക്ക് പറയാം. സോ ദാറ്റ് ഇസ് എ റിസ്ക് ദറ്റ് ഐ ഹാവ് ടു ടേക്ക്. ഒന്നില്ലെങ്കിൽ അവരെ ഒപ്പം നിൽക്കാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്റ്റാൻസ് എടുക്കാം. ഞാൻ എൻ്റെ സ്റ്റാൻസ് എടുത്തു, ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്തു. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ ഡിഫെൻഡ് ചെയ്തു, ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആവാത്ത രീതിയിൽ. സോ അതൊരു റിസ്ക് ആയിരുന്നു നമ്മളെടുത്തത്. ബട്ട് സ്റ്റിൽ എല്ലാ സ്റ്റേജസിലും നമുക്ക് റിസ്ക് ഉണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക്കുള്ള കാര്യമാണ്. കാരണം ഇൻ്റർവ്യൂ എത്തിയിട്ടും നമ്മൾക്ക് ലക്ക് ഫേവർ ചെയ്തില്ല. നമ്മൾ മേ ബി 1 or 2 മാർക്സ് നമ്മൾ ഇൻ്റർവ്യൂ റാങ്ക് ലിസ്റ്റിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ പോലും എഗെയിൻ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഗ്രൗണ്ട് സീറോ. ആദ്യം തൊട്ട് പ്രിലിംസും തുടങ്ങണം. എഗെയിൻ ഈ പറയുന്നൊരു പ്രോസസ്സിലേക്ക് പോവുക എന്ന് പറയുന്നതും ഒരു റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. പ്രൈമറിലി എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ 27ലാണ് എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുക്കണത്. സോ എഗെയിൻ എല്ലാവരും സെറ്റിലാവുന്ന പ്രായമാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സെറ്റിലായി. എല്ലാവരും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു 4 to 5 ഇയേഴ്സ് മിനിമം എക്സ്പീരിയൻസ് എല്ലാവരുടെയും ജോബിലുണ്ട്. കമ്പയർഡ് ടു ദാറ്റ് എൻ്റെ ജോബിൽ ഇപ്പോൾ ഞാൻ ന്യൂബിയാണ്. സോ അങ്ങനത്തെ കുറേ റിസ്ക്കുകൾ എല്ലാത്തിലും ഉണ്ട്. ബട്ട് ഇതിൻ്റെ സക്സസ് കിട്ടുമ്പോൾ മേ ബി ഇറ്റ് ഇസ് ഓൾ വർത്ത് ഇറ്റ് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ ഇഫ് യു ഹാവ് എ പ്ലാൻ ബി ഇറ്റ് ഇസ് ഓൾവേസ് എ ഗുഡ് തിങ്. നമുക്കൊരു ബഫർ ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത്. ആ ഒരു സക്സസ് നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ ലീപ്പാണ് ഉണ്ടാകുന്നത്. മേ ബി ഇപ്പം നമ്മളൊരു നോർമൽ ഗവൺമെൻറ് ജോബിൽ കയറിയിട്ട് നമ്മൾ
നമ്മുടെ റിട്ടയർമെൻറ്റ് ടൈമിലേക്ക് വരുന്ന അത്രയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അത്രയും പേർക്സ് നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നതോടെ കിട്ടുകയാണ്. സോ അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷനായിട്ടും വരുന്നത് അല്ലേ ബേസിക്കലി? സർ എൻ്റെ അട്രാക്ഷൻ അതായിരുന്നില്ല ബേസിക്കലി. ബിക്കോസ് ഞാൻ ഒരു മിഡിൽ ക്ലാസ് മേ ബി അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയാം. സോ എക്കണോമിക്കലി വെൽ ടു ഡു ഫാമിലി എന്ന് തന്നെ പറയാം. അങ്ങനെ കഷ്ടപ്പാടുള്ള ഫാമിലി ഒന്നല്ല. സോ ഇതിൻ്റെ പേർക്സ് വാസ് നെവർ ആൻ അട്രാക്ഷൻ ടു മീ. എനിക്കെൻ്റെ ഡ്രീം സർവീസ് IPS എന്നുള്ള സംഭവം, യൂണിഫോം ജോബിനോടുള്ളൊരു ഇഷ്ടവും, പിന്നെ പണ്ട് തൊട്ടേ ആർമിയോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. സോ ഫോഴ്സ്ഡ് ജോബ് എന്നുള്ള ഫോഴ്സസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോബ് എന്നുള്ള രീതിയിൽ അതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സോ അതാണ് എൻ്റെ പേഴ്സണൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നത്. എഗെയിൻ ഇറ്റ് മൈറ്റ് വെരി ഫോർ മെനി പീപ്പിൾ. സോ അതുകൊണ്ട് നമുക്കതിനെ ഒരു ഫാക്ടറായിട്ട് പറയാൻ പറ്റില്ല. സോ നമുക്കെപ്പോഴും ഈ ഒരു എക്സാമിൽ ത്രൂ ഔട്ട് നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വേണം നമ്മളെപ്പോഴും പറയാറുണ്ട്. സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അക്ഷയ്ക്ക് 77 അറ്റംപ്റ്റ്സേ ചെയ്യാൻ പറ്റുള്ളൂ പ്രിലിംസിൽ. കറണ്ട് അഫയേഴ്സിൻ്റെ പ്രിപ്പറേഷനിൽ ഒരു ഷോർട്ട് കമ്മിങ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അക്ഷയുടെ കാര്യത്തിൽ. സോ എങ്ങനെയാണ് ലേറ്റർ അറ്റംപ്റ്റ്സിൽ ഒരു ബാലൻസ്ഡ് പ്രിപ്പറേഷൻ, അതായത് നമുക്കിപ്പം മെയിൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ സബ്ജക്ട്സിനും അല്ലെങ്കിൽ എല്ലാ പേപ്പേഴ്സിനും നമ്മൾ ഈക്വലി പ്രയോറിറ്റൈസ് അല്ലെങ്കിൽ ഡ്യൂ പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് കൊടുക്കുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റാണ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? സർ ബാലൻസ് ഞാൻ എവിടെ പറയുമ്പോഴും എൻ്റെ ഫിലോസഫി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ബാലൻസ് ആണ്. ഞാൻ എല്ലാവരോടും എൻ്റെ ഫ്രണ്ട്സിനോടും പറയുന്നത് എന്തിലും നമുക്കൊരു ബാലൻസ് വേണമെന്നാണ് പറയാറുള്ളത്. അത് തന്നെയാണ് പ്രിപ്പറേഷനിലും വേണ്ടത്. കാരണം നമുക്കിപ്പോൾ 7 സബ്ജക്ട്സ് മെയിൻസിനുണ്ട്. അതല്ലാണ്ട് പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഇതേ സബ്ജക്ട്സ് തന്നെ കുറച്ചുകൂടെ ഫാക്ച്വലായിട്ടും പഠിക്കണം. ഇപ്പോൾ ഹിസ്റ്ററിയിൽ തന്നെ മോഡേൺ, ഏൻഷ്യൻറ്റ്, മെഡീവൽ, അതല്ലാണ്ട് ആർട്ട് ആൻഡ് കൾച്ചർ വേറെ. അപ്പോൾ ഒരു 4 സബ് സെക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ ഹിസ്റ്ററിക്ക് പറയാം. പലരും ഇതിൽ 1 2 എണ്ണം വിട്ടിട്ട് ബാക്കി 2 എണ്ണം പഠിക്കും. ബട്ട് ഞാൻ യൂഷ്വലി ആദ്യം തൊട്ടേ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ എല്ലാം പഠിക്കും, എല്ലാം വായിച്ച് വയ്ക്കും, ബേസിക് നോളജ് എല്ലാത്തിനെ കുറിച്ചും വെച്ചിട്ടുണ്ടാവും. ബട്ട് എല്ലാ സബ്ജക്റ്റും ചില സബ്ജക്ട്സ് നമുക്ക് സ്ട്രോങ് പോയിന്റ് ഉണ്ടാവും. ഇപ്പോൾ പോളിറ്റി എല്ലാവർക്കും സ്ട്രോങ് ആയിരിക്കും. സോ അത് നമ്മുടെ സ്ട്രോങ് സബ്ജക്റ്റ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, കാരണം എല്ലാവരും അതിൽ സ്കോർ ചെയ്യും. ബട്ട് ഹിസ്റ്ററി എല്ലാവർക്കും സ്ട്രോങ് ആയിരിക്കില്ല. സോ ഞാൻ ഹിസ്റ്ററി കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യും. ഹിസ്റ്ററിയിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റ്ലീസ്റ്റ് ഒരു 70 to 80% ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ പ്രിലിംസിന് അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അഗെയിൻ ജോഗ്രഫിയും പൊതുവേ എല്ലാവരും പഠിച്ചു വെക്കുന്നൊരു സബ്ജക്റ്റാണ്. ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ ഡെപ്തിൽ പോയി നമുക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. സോ അങ്ങനത്തെ സബ്ജക്ട്സ്, എക്കണോമി, എല്ലാവർക്കും എക്കണോമിയിൽ ആ ഹോൾഡ് ഉണ്ടാവണമെന്നില്ല. സോ ഇതിനെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിലിംസിൻ്റെ പാറ്റേൺ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 2 കൊല്ലത്തിൽ മോഡേൺ ഹിസ്റ്ററി കുറവായിരുന്നു. ഈ കൊല്ലം ഇപ്പോൾ നമ്മൾ എഴുതിയപ്പോൾ മോഡേൺ ഹിസ്റ്ററി കൂടി. സോ മോഡേൺ വിട്ട ഒരാളായിരുന്നെങ്കിൽ ഈ കൊല്ലം പ്രശ്നം ആവും. അഗെയിൻ ഏൻഷ്യൻറ്റ് കഴിഞ്ഞ 2 കൊല്ലത്തിൽ കൂടുതലായിരുന്നു. അപ്പോൾ ഏൻഷ്യൻറ്റ് ഒന്നും നോക്കാത്ത ഒരാളാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം അഗെയിൻ ആ ചാൻസസ് ഓഫ് പാസിംഗ് ദറ്റ് എക്സാം ഡിമിനിഷസ്. സോ അതുകൊണ്ട് എപ്പോഴും എല്ലാത്തിനും ഈക്വലി നമ്മൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അത് ഈവൻ മെയിൻസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നമ്മൾ GS 1 പഠിക്കുന്നുണ്ട്. പൊതുവേ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരു 99% ഓഫ് ദ കാൻഡിഡേറ്റ്സും വിടുന്നൊരു സബ്ജക്റ്റാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ ഇതിൽ വരുള്ളൂ. ബട്ട് എനിക്കറിയാം ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കിൻ്റെ വാല്യൂ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരുമ്പോഴോ ആണ് നമുക്കത് ആക്ച്വലി അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവുക. കാരണം ഒരു മാർക്കുള്ള 15 പേരോളം അല്ലെങ്കിൽ 19 പേര് വരെ ഒരു മാർക്കുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ. സോ നമ്മൾ ഒരു മാർക്ക് മാറിക്കഴിഞ്ഞാൽ 19 to 20 മാർക്സാണ്, റാങ്കാണ് നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒരു റാങ്ക് അല്ലെങ്കിൽ 20 റാങ്ക് എന്ന് മാറുമ്പോൾ ഭയങ്കര ചേഞ്ച് അല്ലേ. സോ അതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ ഈക്വലി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു സ്ട്രാറ്റജി. ദെൻ നേരത്തെ ബോക്സിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സെയിം ക്വസ്റ്റ്യൻ നമുക്ക് മോക്ക് ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നു. യെസ്. സോ ആ ഒരു മോക്ക് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് അമൃത IAS അക്കാഡമിയിൽ എങ്ങനെയാണ് അക്ഷയനെ ഈ ഒരു റിയൽ ഇൻ്റർവ്യൂ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അത് ആക്ച്വലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇൻ ദ സെൻസ് ലാസ്റ്റ് ഇയർ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ, ഈ കൊല്ലവും എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ മോക്ക് ഇൻ്റർവ്യൂവിൽ അമൃതയിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഇയറിലത്തെ അപേക്ഷിച്ച് ഈ കൊല്ലത്തെ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ലാസ്റ്റ് ഇയറിലെ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് മോക്കാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പല ടെൻഷൻസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ്. അതിൻ്റെ ബുദ്ധിമുട്ട് ആ ഇൻ്റർവ്യൂവിലും അതിനെ ബാധിച്ചു. ഒരു ദുരന്തമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്നത്തെ ഇൻ്റർവ്യൂ. ബട്ട് ഈ വട്ടം ഫസ്റ്റ് ഇൻ്റർവ്യൂ അഗെയിൻ ഞാൻ കഴിഞ്ഞ കൊല്ലം അതിനുശേഷം ഒരു 9 ഇൻ്റർവ്യൂസോളം മോക്ക് വേറെ കൊടുത്തിട്ടാണ് ഞാൻ UPSC പോയി. അറ്റ് സ്കോർഡ് വെരി വെൽ.
അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഈ വട്ടം അഗെയിൻ മോക്സ് എടുക്കാൻ വരുന്നത്. കാരണം ഇൻ്റർവ്യൂവിൽ ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. സോ ആ കോൺഫിഡൻസോടുകൂടി ഞാൻ അഗെയിൻ എനിക്കൊന്ന് ഹേമേന്ദ്രൻ സാറായിരുന്നു ബോർഡ് അന്ന് ചെയർ ചെയ്തിരുന്നത്. ആൾ തന്നെയായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ ബോർഡിലും ഒരു മെമ്പറായി ഉണ്ടായിരുന്നത്. സോ അതേ ബോർഡിൽ നിന്ന് വന്നിട്ട് എനിക്ക് കോൺഫിഡൻസോടുകൂടെ സംസാരിച്ച് അവരുടെ നിന്ന് നല്ലൊരു ഒപ്പീനിയൻ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ഈ കൊല്ലത്തെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സാറ് പറഞ്ഞ പോലെ മറ്റേ ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ഫ്രം ബൈ സന്തോഷ് സർ. അപ്പോൾ ആള് ഇതേപോലെ എന്നോട് ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. എന്നെ ഒരു കോർണർ ചെയ്യാന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. പക്ഷേ ഐ ആം ഗോയിങ് ടു ടെൽ യു ദിസ് സ്റ്റേറ്റ്മെൻറ്റ് യു ഹാവ് ടു അഗ്രി വിത്ത് മീ ഓർ ഡിസഗ്രി വിത്ത് മീ. ബോക്സിംഗ് നമ്മൾ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു റാൻഡം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ ഞാനത് ആൻസർ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഐ തിങ്ക് നമ്മൾ ഇതേ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടായിരുന്നു ഞാൻ ആ മോക്ക് കൊടുത്തിരുന്നത്. ഇവിടെ കറണ്ട് പോയി ഫുള്ളി ഡാർക്ക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഐ സ്റ്റോപ്പ് ആൻസറിങ്. അപ്പോൾ സാറ് പറഞ്ഞു അക്ഷയ് ഡോണ്ട് വറി യു ആൻസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുഖം നോക്കാണ്ട് ഫുൾ ഇരുട്ടത്തിരുന്നിട്ടാണ് ആ ആൻസർ അന്ന് പറഞ്ഞത്. എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പോഴേക്കും കറണ്ട് വന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഹി സെഡ് ദ ആൻസർ വാസ് വെരി ഗുഡ്. കാരണം അത് ആർട്ടിക്കുലേറ്റ് ചെയ്ത് അത് നമ്മളെത്തിച്ചു. കാരണം ഇതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ യു സെഡ് ഇറ്റ് വെൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. മെയിൻ ഇൻ്റർവ്യൂ പോയപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാമാണ് എന്നോട് ഇത് ചോദിച്ചത്. മാം ചോദിച്ചതും ബട്ട് ഈ ഒരു രീതിയിലല്ല ചോദിച്ചത്, കുറച്ചും കൂടെ മൈൽഡർ ആയിട്ടുള്ള രീതിയിലാണ് ചോദിച്ചത്. നമുക്ക് ബോക്സിംഗ് വേണോ മോനെ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു വൈബിലാണ് ആൾ ചോദിച്ചത്. ബട്ട് അഗെയിൻ ഞാൻ ഇതേ ആൻസർ തന്നെയാണ് ഞാൻ മേ ബി പറഞ്ഞ വാക്കുകളെല്ലാം സെയിം ആയിരിക്കില്ല. ബട്ട് ദി ഐഡിയ ഓഫ് ദ ആൻസർ വാസ് സെയിം. അപ്പോൾ ഞാൻ ഇതെല്ലാവരെയും അഡ്രസ്സ് ചെയ്ത് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു. സോ അതെനിക്ക് ഈസിയർ ആയിരുന്നു. കാരണം എനിക്ക് അറിയുന്നൊരു ക്വസ്റ്റനാണ്. ഈ ആൻസർ പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു ആൻസർ ആയതുകൊണ്ട് അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും എനിക്ക് പറയാൻ പറ്റി. സോ ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അക്ഷയ് അടുത്ത് ജനറലി നമ്മൾ സംസാരിക്കുമ്പോൾ അക്ഷയ് വളരെ ഫാസ്റ്റായിട്ട് ഒരു തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ്. ദെൻ അത്രയും ഫാസ്റ്റായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇൻ്റർവ്യൂ പോലെ ഒരു ഫോർമൽ സെറ്റപ്പിൽ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കൺവേ നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൺവേ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഓൾസോ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനും കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ഹൗ ഡിഡ് യു മാനേജ് ദാറ്റ് ഡിഫിക്കൽട്ടി ഇൻ യുവർ ഇൻ്റർവ്യൂ? സർ ഇത് സത്യമാണ്. കാരണം ആദ്യത്തെ ഇൻ്റർവ്യൂവിലും എനിക്ക് ഒരു ഫീഡ്ബാക്ക് പോലെ കിട്ടിയിരുന്നു. യു ആർ സ്പീക്കിംഗ് ടു ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ. അത് പിന്നീട് ഞാൻ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഈവൻ നൗ എൻ്റെ സംസാരം കുറച്ചും കൂടെ പേസ് കൂടിയതാണെന്ന് എനിക്കറിയാം. അത് മേ ബി എൻ്റെ നാടിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കാം. തൃശ്ശൂർ നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലാണ്. സോ വാട്ട് ഐ ഡിഡ് വാസ് നമ്മൾ ഈവൻ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും കുറച്ച് പേസ് കുറച്ചിട്ട് കാണും. ഒരു ക്ഷമ വരുത്താനായിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം നമ്മുടെ ഒരു മസിൽ മെമ്മറി പോലെയാണ് ഈ ടോക്കിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അഗെയിൻ എല്ലാ മോക്സിലും ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ പേസ് കുറച്ച് ഒന്ന് ബ്രീത്ത് ചെയ്തിട്ടാണ് സംസാരിച്ചിരുന്നത്. സോ അത് ഞാൻ ബൈ പ്രാക്ടീസ് തന്നെയാണ് കുറച്ചത്. ബട്ട് അഗെയിൻ പിന്നീട് എനിക്ക് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അഗെയിൻ നമ്മൾ സംസാരിക്കുന്ന 2 ഫെസറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് മലയാളത്തിലാണ് ഇത്ര സ്പീഡ് വരിക. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. സോ കുറച്ചും കൂടെ നമ്മൾ നല്ല വേർഡ്സ് നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് സംസാരിക്കുക. മറ്റേ നമ്മുടെ മസിൽ മെമ്മറിയിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് ആ സ്പീഡ് നാച്ചുറലി ഇൻക്രീസ് ആവും. സോ ചെറിയ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫീഡ്ബാക്സും അഗെയിൻ എനിക്ക് തോന്നുന്നത് അമൃതയിൽ നിന്ന് തന്നെയായിരുന്നു അന്നത്തെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത്. സോ അതും ഞാൻ ഫസ്റ്റ് മോക്ക് കഴിഞ്ഞപ്പോൾ സ്ലോലി ട്രൈ ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് ബെറ്റർ ആക്കി. ദെൻ 1-on-1 സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല സർ. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സർ അഗെയിൻ ലാസ്റ്റ് ഇയർ ഇതേപോലെ ഫസ്റ്റ് മോക്ക് ദുരന്തമായപ്പോൾ എനിക്ക് ലൈക്ക് ഫസ്റ്റ് മോക്ക് കഴിഞ്ഞ് പിന്നെ 1-2 മോക്ക് നന്നായി. സോ ഐ വോണ്ടഡ് ടു കം ടു ദ സെയിം ബോർഡ്, അല്ലെങ്കിൽ സെയിം ബോർഡിലുള്ള 1-2 ആൾക്കാരോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. സ്പെഷ്യലി എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ IPS ആയതുകൊണ്ട് തന്നെ ഐ വോണ്ടഡ് ടു ടോക്ക് ടു ഹേമേന്ദ്രൻ സർ. അതെനിക്ക് ഐ തിങ്ക് രജനി മാം ഹിയർ അറേഞ്ച് ദാറ്റ്. അങ്ങനെ ഞാൻ സാറായിട്ടൊരു ഓൺലൈൻ 1-on-1 അതിന് ശേഷം എടുത്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ വർക്കിംഗ് ഓൺ മൈസെൽഫ് കുറച്ച് നാൾ. സോ അതിൽ ആക്ച്വലി നല്ല രീതിയിൽ പോയി. റിലേറ്റീവായിട്ട് നല്ല രീതിയിൽ പോയി. ആൾ തന്നെ പറഞ്ഞു യു ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട് എന്നുള്ള രീതിയിൽ. സോ അതും എനിക്ക് നല്ല കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ മോശമായി പെർഫോം ചെയ്ത ബോർഡിലെ ഒരു മെമ്പർ ആയിട്ട് ഞാൻ ഒന്നും കൂടെ ഒരു 1-on-1 നടത്തി. നല്ല പെർഫോമൻസ് ആയി എന്ന് പറയുമ്പോൾ തന്നെ അതെ, കോൺഫിഡൻസ് ബെറ്ററായി. ഈ കൊല്ലം ഞാൻ ഒന്നും കൂടെ കഴിഞ്ഞ കൊല്ലം എനിക്ക് 195 കിട്ടി. സോ പ്രിറ്റി ഹയർ സൈഡിലാണ് മാർക്ക്. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. 200+ കിട്ടുന്ന ആൾക്കാരുണ്ട്.
സോ എൻ്റെ എയിം അതായിരുന്നു. ഈ വട്ടം 200+ പോകണം എന്നുള്ളൊരു എയിമിലായിരുന്നു ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ഇൻ്റർവ്യൂ എത്തിയപ്പോൾ തുടങ്ങിയത്. സോ എത്രത്തോളം ഇൻപുട്ട് കിട്ടാൻ പറ്റുന്നു അത്രയും രീതിയിൽ തന്നെ ഞാൻ അങ്ങനെയാണ് അതിനെ ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഇപ്രാവശ്യം അരുൺ സാറായിട്ട് ഇവിടെ തന്നെ സംസാരിച്ചിരുന്നു. എന്തെങ്കിലും വേറെ കുറച്ച് ഇൻപുട്സ് കിട്ടാൻ പറ്റുമോ എന്നുള്ള രീതിയിലും. അപ്പോൾ ആളുടെ നിന്നും കുറേ ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരുടെയും നിന്നും 1-on-1s ആണെങ്കിലും മോക്സ് ആണെങ്കിലും ഇൻപുട്ട് കിട്ടിയത് തന്നെയാണ് നമ്മളിപ്പോൾ ഇംപ്രൂവ് ആയി സ്കോർ. അഗെയിൻ 200 ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല, 198 നിന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ആൻ ഇംപ്രൂവ്മെൻറ്റ്. അക്ഷയുടെ മെയിൻസിന് ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ജനറലി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ഓരോരുത്തരുടെയും നോട്ട്സ് ആണ്. സോ അക്ഷയുടെ ആ ഒരു നോട്ട് മേക്കിംഗ് സ്ട്രാറ്റജി ഫോർ മെയിൻസ് എങ്ങനെയായിരുന്നു? ഒരു പുതിയൊരു ആസ്പിരൻറ്റിനെ എന്തെങ്കിലും ടിപ്സ് റിലേറ്റഡ് ടു നോട്ട് മേക്കിംഗ്? ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ നോട്ട്സ് ആക്ച്വലി വാസ് നോട്ട് ദെയർ. കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ്ലി. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ് ശരിക്കും നോട്ട് മേക്കിങ്ങിന് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എനിക്ക്. ബട്ട് ഫസ്റ്റ് പ്രിലിംസ് ഞാൻ ഫെയിലായതിനു ശേഷം ഐ ഷിഫ്റ്റഡ് ടു ട്രിവാൻഡ്രം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പഠിക്കാം. സോ ബാക്കി ബിസിനസ് കാര്യങ്ങളെല്ലാം എൻ്റെ പാർട്ട്ണറിനെയും എൻ്റെ ഫാമിലിനെയും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ കണക്ക് നോക്കുക എന്നുള്ളതല്ലാണ്ട് ബാക്കി ഫുൾ ടൈം എനിക്ക് അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സോ അങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് ഫുൾ ടൈം ആക്ച്വലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ നോട്ട് മേക്കിങ്ങിലേക്കും മെയിൻസിലേക്കുമായിട്ടുള്ള കുറേ കോൺസെൻട്രേഷൻ മാറ്റി. കാരണം എനിക്ക് അന്നും അറിയായിരുന്നു. കാരണം പ്രിലിംസ് ഇസ് ജസ്റ്റ് എ റോഡ് ബ്ലോക്ക്. അത് കഴിഞ്ഞ് പ്രിലിംസിൻ്റെ മാർക്ക് ഒരിക്കലും നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമുക്കൊരു ഇൻപുട്ട് അല്ല. സോ ഫൈനലി മെയിൻസും ഇൻ്റർവ്യൂവും തന്നെയാണ് നമ്മുടെ മെയിൻ കാര്യം. അതിൽ മെയിൻസ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റിങ്ങും, ഈ റൈറ്റിംഗ് ചെയ്യാൻ നമ്മുടെ മസിൽ മെമ്മറിയിൽ ഉള്ള പോലെ അല്ലെങ്കിൽ ബ്രെയിൻ മെമ്മറിയിൽ എപ്പോഴും ഷോർട്ട് ടേം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫാക്ട്സ് വരണം. ആ ഫാക്ട്സ് നമുക്ക് പണ്ട് വായിച്ചൊരു സാധനം പെട്ടെന്ന് എഴുതാൻ പറ്റണമെന്നില്ല. സോ അതിന് നോട്ട് മേക്കിംഗ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ചെറിയൊരു നോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു 5-6 വട്ടം വായിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. സോ നോട്ട് മേക്കിങ്ങിലേക്ക് എൻ്റെ ഫോക്കസ് പോയി. അങ്ങനെ വാട്ട് ഐ യൂഷ്വലി ഡു ഇൻ ദ സെൻസസ് ദാറ്റ് GS 1, 2, 3, 4 4 മെയിൻസ് സബ്ജക്റ്റ് ആണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് സോഷ്യോളജി. എസ്സേക്ക് സ്പെസിഫിക് നോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. മേ ബി കുറച്ച് സ്റ്റോറി കളക്ഷൻസോ അനക്ഡോട്ട്സോ മാത്രമായിരുന്നു. അതിനൊരു സ്പെസിഫിക് സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല. ബട്ട് GSനുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് എടുത്തിട്ട് സിലബസിലെല്ലാം മൈക്രോ ടോപ്പിക്സ് ഉണ്ടാവും. ഓരോ ടെർമിനോളജീസും. ഫോർ എക്സാമ്പിൾ GS 3 നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ അത് രണ്ടും 2 കീവേഡ്സ് ആണ്. അതിൽ ഡിസാസ്റ്റർ എന്തൊക്കെയാണ് ഇന്ത്യയിലുള്ള ഡിസാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ NDMAയുടെ എന്തെങ്കിലും റിപ്പോർട്ട്സോ കാര്യങ്ങളോ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. സോ ആ ഒരു ഫോർമാറ്റിലായിരുന്നു അത് പൊതുവേ പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് അഗെയിൻ നോട്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഒരു സ്പെസിഫിക് ഡിസാസ്റ്റർ എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ ഫ്ലഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലഡ് എന്നുള്ളൊരു ഇതെടുത്ത് ഒരു A4ൻ്റെ 2 സൈഡുമായിട്ട് മാക്സിമം നോട്ട് അതിൻ്റെ ഉള്ളിൽ തീർക്കണം. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് എക്സാമിന് പോകുമ്പോൾ ഒരു ബുക്ക് വായിക്കാനുള്ള സമയം ഉണ്ടാവില്ല. നമ്മുടെ നോട്ട്സ് തന്നെ നമ്മളെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ ഒരു 100+ പേജസ് വരും. സോ ഇത് മാത്രമാണ് നമുക്ക് പലപ്പോഴും വീണ്ടും വായിച്ച് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു പേജിൽ ഈ ഫ്ലഡിനെ കുറിച്ച് മേ ബി ഒരു 20 to 30 പോയിൻറ്റ്സ്. അത് ചിലപ്പോൾ മേ ബി ഫ്ലഡിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ്സോ. മേ ബി ജഡ്ജ്മെൻറ്റ്സും കമ്മിറ്റീസും ഡിസാസ്റ്ററിന് വന്നില്ലെങ്കിൽ പോലും GS 2 അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എന്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസോ റിലേറ്റഡ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ്സും അതിൻ്റെ മെയിൻ പോയിൻറ്റും എഴുതി വയ്ക്കും. കാരണം ഇത് നമ്മൾ കോട്ട് ചെയ്താൽ മാത്രം മതി. നമുക്കൊരു റിപ്പോർട്ട് എഴുതുന്ന പോലെ മെയിൻസ് ആൻസറിന് എഴുതണ്ട. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം എഴുതി വെച്ചിട്ട് അതിനെ റിവൈസ് ചെയ്യുക. അത് നമ്മൾ മാക്സിമം പറ്റാവുന്ന രീതിയിൽ എക്സാമിൽ റീകളക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. ഓക്കെ, വളരെ പ്രിസൈസും വളരെ ടു ദ പോയിൻറ്റും ആയിട്ടുള്ള അതെ, ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ്. കാരണം ഫൈനലി നമ്മൾ പഠിച്ച സാധനം റീകളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് അവിടെ വരുന്നത്. കാരണം 3 hours നമ്മൾ ഇത്രയും വേർഡ്സ് എഴുതണം. സോ ആ വേർഡ്സ് എത്രയും കുറയ്ക്കുക, എത്രയും എഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിന് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി നോട്ട് മേക്കിംഗ് ആണ്. ഞാൻ ഹാർഡ് കോപ്പിയാണ് ചെയ്തിരുന്നത്. എല്ലാവർക്കും ഇപ്പോൾ അത് കംഫർട്ടബിൾ ആവണമെന്നില്ല. ബട്ട് ഇറ്റ് ഡിപ്പെൻസ്, ഓരോ ആൾക്കാരുടെയും സ്ട്രാറ്റജി പോലെ മാറാം. ആ ഒരു 2000 അല്ലെങ്കിൽ ആ ഒരു കോവിഡ് ടൈമിലോ അതിന് മുന്നേ ഒന്നും നമുക്ക് നോട്ട് മേക്കിംഗ് സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ഈവൻ മെൻറ്റർഷിപ്പ് പോലും ആ ഒരു സമയത്ത് ഇത്രയും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് ഒന്നും ഒരു നോം ആയിരുന്നില്ല. ബട്ട് ഇപ്പം നമുക്ക് നോട്ട് മേക്കിങ്ങിന് സെപ്പറേറ്റ് PCMൻ്റെ കൂടെ സെഷൻസ് ഉണ്ട്. ദെൻ മെൻറ്റർഷിപ്പ് ഒബിയസ്ലി വളരെ പേഴ്സണലാണ്. എല്ലാ വീക്കിലും മെൻറ്റേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള ആ ഒരു എവല്യൂഷൻ നമ്മുടെ അക്കാഡമീസിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്.
സോ ഐ തിങ്ക് ഇപ്പോൾ കുറച്ചും കൂടിയും ഈസിയർ ആണ് കാര്യങ്ങൾ അല്ലേ? അതെ. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, ഇപ്പോൾ നോട്ട്സ് നമുക്ക് കിട്ടാൻ ഓൺലൈൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള അക്കാഡമീസോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ബേസ്ഡ് അക്കാഡമീസോ മറ്റേ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ഓൾറെഡി PDF ഫോമാറ്റിൽ ഓൺലൈൻ നമുക്ക് കിട്ടും. സൈറ്റ്സിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ബട്ട് അതിനൊരിക്കലും ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. എനിക്കതാ തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഉണ്ടാക്കിയ നോട്ട് എനിക്ക് റീകളക്ട് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും എളുപ്പമാണ് ഒരു എക്സാമിൽ. ബട്ട് ഞാൻ എവിടെന്നെങ്കിലും വായിച്ചിട്ടുള്ളൊരു PDF എന്നുള്ള ഫാക്ട്സ് എനിക്ക് എളുപ്പമല്ല അത് ഉണ്ടാക്കാൻ. കാരണം ഞാനൊരു നോട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിന് പിന്നിൽ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ്, അതിനെക്കുറിച്ച് അത്രയും വായിച്ചിട്ടാണ് ആ നോട്ടിലേക്ക് അത് കൊണ്ടുവരുന്നത്. സോ എനിക്ക് ആ ഒരു വേർഡിൽ നിന്ന് എനിക്ക് അത്രയും മെമ്മറി റീകളക്ട് ചെയ്യാനുണ്ട്. പക്ഷെ വേറൊരാൾ ഉണ്ടാക്കിയ ഒരു നോട്ടിൽ ഒരിക്കലും നമുക്ക് ആ ബാക്ക് സ്റ്റോറി ഇല്ല. സോ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ബട്ട് ഡിഫേഴ്സ് ഫോർ പീപ്പിൾ. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇത് മറ്റേ നോട്ട് പഠിച്ചിട്ടും ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അതിനൊന്നിനും നമുക്ക് ഇതാക്കാൻ പറയുമല്ലോ. എല്ലാവരുടെയും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജേർണിയാണ്. അതനുസരിച്ചുള്ള സ്ട്രാറ്റജി ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദെൻ ജനറലി ഇപ്പോൾ ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് കഴിയുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അടുത്ത പ്രിലിംസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പം ഇവിടെ ഇവൻ അക്കാഡമിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓക്കെ, ഒരു പ്രിലിംസ് കിട്ടാത്ത കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യം മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. സോ ആ ഒരു ആ ഒരു ഷിഫ്റ്റാണ് എനിക്ക് തോന്നുന്നു അക്ഷയുടെ ഈ ഒരു ജേർണിയിലും വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയത്. അതായത് ഒരു ഫസ്റ്റ് പ്രിലിംസ് കിട്ടാതിരുന്നപ്പോൾ ദെൻ ഇമ്മീഡിയറ്റ്ലി മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ നവംബർ വരെയൊക്കെ ആ ഒരു മെയിൻസ് ഓറിയൻറ്റഡ് ജേർണി, ദെൻ പ്രിലിംസ്. അതല്ലേ ഒരു വ്യത്യാസം ഉണ്ടാക്കിയത്? ആണെന്ന് പറയാം സാർ. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ GS സ്കോർ കുറഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്നു പ്രിലിംസ് എന്തെങ്കിലും ചെയ്യണം. കാരണം പ്രിലിംസ് പാസ്സാവാണ്ട് നമുക്ക് എന്തായാലും മെയിൻസിന് പോയിട്ട് കാര്യമില്ല. ഐ മീൻ മെയിൻസിന് എത്താൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ മെയിൻസ് പഠിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ സ്കോറിൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. കാരണം ജനറലി ലോവർ സ്കോറിൽ നിന്നിരുന്ന ഞാൻ ഒറ്റയടിക്ക് ഒരു 15 to 20 മാർക്സിൻ്റെ വ്യത്യാസം നമ്മൾ വീക്ക്ലി ടെസ്റ്റ് എടുക്കുമ്പോഴുള്ള ഇതിൽ മാറ്റം വന്നു തുടങ്ങി. കാരണം പലപ്പോഴും പ്രിലിംസിൽ ചോദിക്കുന്നത് ചിലപ്പോൾ ഒരു ഇൻഡെപ്ത് സബ്ജക്റ്റിൻ്റെ ബേസിക് സാധനങ്ങളായിരിക്കാം. പക്ഷേ ആ ഇൻഡെപ്ത് സബ്ജക്റ്റ് നമ്മൾ പ്രിലിംസ് ഫോക്കസ്ഡ് ആയിട്ട് NCERTയിൽ പഠിക്കുന്നുണ്ടാവില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മെയിൻസ് പഠിക്കുമ്പോൾ നമുക്ക് കവറാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള രീതിയിൽ ഈവൻ മെയിൻസ് പഠിക്കുമ്പോൾ നമുക്ക് പ്രിലിംസിന് കിട്ടും. ബട്ട് പ്രൊവൈഡഡ് പ്രിലിംസിൻ്റെ ബേസിക് ആയിട്ടുള്ള സിലബസ് ഉണ്ടല്ലോ, അത് നമ്മൾ കവേർഡ് ആണ്. അത് നമ്മൾ അത്രയും ഡെപ്തിൽ നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 2 സ്ട്രാറ്റജിയും ചെയ്യാം. ഇല്ലെങ്കിൽ പ്രിലിംസിൻ്റെ ഡെപ്ത് നോളജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാണ്ട് നമ്മൾ മെയിൻസിലേക്ക് പോകുന്നതിലും അർത്ഥമില്ല. കാരണം എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് അവരൊരു 3 months എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് വന്നതുകൊണ്ട്. സോ അപ്പോൾ എന്താ വെച്ചാൽ ഒരു 3 months എക്സ്ട്രാ കിട്ടിയത് കൊണ്ട് ഞാൻ വീണ്ടും NCERTസും ലക്ഷ്മികാന്തും വീണ്ടും വായിച്ചു. സോ അതിൽ ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. സോ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് എപ്പോൾ ചോദിച്ചാലും എനിക്ക് കിട്ടും. സോ സെക്കൻഡ് ഇയറിൽ എനിക്ക് മെയിൻസിൻ്റെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഇതിൽ കുറച്ച് ഫോക്കസ് കുറയ്ക്കാൻ പറ്റി. കാരണം ഓൾറെഡി ഞാൻ ആ എഫേർട്ട് അതിൽ ഇട്ടിട്ടുണ്ട്. സോ ഇത് പ്രൊവൈഡഡ് സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ മെയിൻസിലും അതേപോലെ തന്നെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ ഇവിടെയുള്ള PCMൽ ഇപ്പം നമ്മളതൊരു NCERT ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. സോ അത് എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അക്ഷയ്ക്കും പറയാനുള്ളത്. സോ അക്ഷയ് ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ പ്രിലിംസ് ഓൾസോ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രിലിംസിന് മുന്നേ ഹോപ്പ്ഫുള്ളി അമൃതയുടെ ടെസ്റ്റ് സീരീസ് ഓൾസോ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തായിരുന്നു എക്സ്പീരിയൻസ് റീസെൻ്റ് ആയിട്ട്? ആക്ച്വലി മച്ച് ബെറ്റർ പേപ്പേഴ്സ് ആയിരുന്നു. കാരണം ഞാൻ ചെയ്തിരുന്ന സമയത്തെക്കാട്ടിലും മച്ച് ബെറ്റർ ക്വാളിറ്റി ഓഫ് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് വാസ് മച്ച് ബെറ്റർ. ലൈക്ക് മേ ബി ഒരു ലാസ്റ്റ് 2 years ആയിട്ട് UPSC ആയിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പേപ്പറായിരുന്നു. സോ ആ രീതിയിൽ മച്ച് ബെറ്റർ പേപ്പർ ആയിരുന്നു. സോ ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഇൻ ദാറ്റ് വേ. ദെൻ ഇപ്പോൾ ഒരു പുതിയ ഒരു ന്യൂലി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരാൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദെൻ അക്ഷയുടെ അടുത്ത് അഡ്വൈസിന് വരുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വൈസസ് ആണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചൂസ് ചെയ്യുന്നത് മുതൽ പ്രിലിംസ്, മെയിൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇതിൽ എന്തൊക്കെ അഡ്വൈസസ് ആണ് അക്ഷയ്ക്ക് ഒരു പുതിയൊരു ആസ്പിറൻറ്റിന് കൊടുക്കാനായിട്ടുള്ളത്? സർ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡിസിഷൻ നല്ല രീതിയിൽ എടുത്തിട്ട് വേണം വരാൻ എന്നാണ് ഞാൻ പറയുക. ഈ സൈക്കിൾ കുറച്ച് ഡോണ്ടിങ് ആണ്. ഒരു ചുഴി പോലെയാണ്. വൺസ് നമ്മൾ വന്ന് കാലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നില്ല. ചുഴി നമ്മളെ പുറത്ത് വിടും,
പക്ഷെ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. ബിക്കോസ് നമുക്ക് പലപ്പോഴും തോന്നും നമ്മളെ കൊണ്ട് പറ്റും. ശരിയായിരിക്കാം, എല്ലാവരെ കൊണ്ട് ഇത് പറ്റുന്നതാണ്. നമ്മൾ അതിനുള്ള റെസിലിയൻസും പെർസിവറൻസും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അച്ചീവബിൾ ആണ്, അല്ലാത്തൊരു സംഭവം ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ ഇതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. സോ അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. ബട്ട് വൺസ് യു ഹാവ് ചോസൺ ദാറ്റ്, പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ തന്നെ. സോ പ്രിലിംസ് എന്നുള്ള രീതിയിൽ ഇഫ് യു ഹാവ് നോ ബേസ് അറ്റ് ഓൾ, നമ്മളൊരു അക്കാഡമി ജോയിൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് അതില്ലാണ്ടും പാസ്സാവുന്നവരുണ്ട്. സോ അതും അഗെയിൻ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സാണ്. സോ അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക്സ് NCERTs, ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ലക്ഷ്മികാന്ത് പോലത്തെ, സ്പെക്ട്രം പോലത്തെ നല്ല രീതിയിൽ പഠിക്കുക. ലൈക്ക് ലിറ്ററലി നമുക്ക് ഓരോ വേർഡും അറിയാവുന്ന രീതിയിൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതിൻ്റെ ഒപ്പം തന്നെ മെയിൻസും ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുടെ സ്ട്രാറ്റജി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്ത ആളല്ല. സോ ഞാൻ ഗ്രാജുവലി മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടും പതുക്കെ ഒരു ട്രയൽ ആൻഡ് എറർ മോഡലിൽ തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. സോ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ മൊത്തം പ്രിലിംസ് ഫോക്കസ്ഡ് ആയിരുന്നു. ബിക്കോസ് എനിക്കൊരു ബേസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഫസ്റ്റ് ഇയർ ഫെയിലായപ്പോൾ ഞാൻ അഗെയിൻ മെയിൻസ് ഫോക്കസ് ചെയ്തു. അഗെയിൻ ആ കൊല്ലം മൈന്യൂട്ട് സ്കോറിന് പോയി. ബട്ട് സ്റ്റിൽ ആ ബേസ് എനിക്കുണ്ടായിരുന്നു. മെയിൻസിൻ്റെ ഒരു ബേസ് ആയിരുന്നു. ബട്ട് അതുകൊണ്ട് തന്നെ തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസ് ക്ലിയർ ആയപ്പോൾ എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ലിസ്റ്റിൽ കയറാൻ പറ്റി. സോ അങ്ങനെ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലും ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ്റർവ്യൂ സ്റ്റേജിലുള്ളത് നമ്മൾ ഇപ്പോഴേ കൺസേൺഡ് ആവുകയോ ടെൻഷൻ അടിക്കുകയോ വേണ്ട. നമ്മൾ ആദ്യം പ്രിലിംസും മെയിൻസും ഫോക്കസ് ആകുമ്പോൾ തന്നെ നമുക്ക് കുറേ കണ്ടൻറ്റ് കിട്ടും. നമുക്ക് കുറേ അറിവ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് നാച്ചുറലി ബൂസ്റ്റ് ആവും. പിന്നെ കുറച്ച് നമ്മുടെ പേഴ്സണാലിറ്റി ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതുള്ളൂ. അത് വൺസ് മെയിൻസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയം കിട്ടും. സോ അത് ആ സമയത്ത് നോക്കിയാൽ മതി എന്നുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ. ദെൻ അധികം ആൾക്കാർക്കും ഉള്ളൊരു വേറൊരു ഡൗട്ടാണ് ലാംഗ്വേജ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും. അത് നമുക്കൊരു 3 monthsലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. ലാംഗ്വേജ് ഒരു ഭയങ്കര പ്രശ്നമുള്ളൊരു ഫാക്ടർ ഒന്നുമല്ല. അത് റോഡ് ബ്ലോക്ക് ഒന്നുമല്ല. നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ മലയാളത്തിലും ഇൻ്റർവ്യൂ കൊടുക്കാം. ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവും. അവർ വന്നിട്ട് ഇൻ്റർവ്യൂ ബോട്ടിനോട് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കും, ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കും. ബട്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുത്തേക്കണത്. ബട്ട് സ്റ്റിൽ ലാംഗ്വേജ് എന്നുള്ളൊരു പ്രശ്നം ഇംഗ്ലീഷ് കൊടുക്കുകയാണെങ്കിലും ഒരു വലിയ ഇഷ്യൂ അല്ല. നമ്മൾ കൊടുക്കുന്ന ഐഡിയ അവർക്ക് കൺവേ ആയാൽ മതി. അതിൻ്റെ ഇമോഷൻസ് കറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വർക്കൗട്ട് ആവും. അതല്ലാണ്ട് നമ്മൾ ഈ ശശി തരൂർ ജീനെ പോലെ ഇംഗ്ലീഷ് പറയണമെന്നൊന്നുമില്ല. ഇല്ല. സോ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പുതിയ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് ഞാനും സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗാണിത് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും. നമ്മൾ ശശി തരൂരിയൻ ടൈപ്പ് ഇംഗ്ലീഷൊന്നും ആവശ്യമില്ല. പക്ഷേ കുറച്ച് ആൾക്കാരെങ്കിലും അങ്ങനെ വേണം എന്ന് വിശ്വസിക്കുന്നവർ പുറത്തുണ്ടെന്നാണ്. ഉണ്ടാവും. അത് ബേസിക്കലി കാരണം ഇതിനെക്കുറിച്ചൊരു ജനറലി ഒരു മൊത്തത്തിലൊരു പുകമറയാണല്ലോ. ഈ എക്സാം എന്താണെന്നുള്ളത് നമ്മൾ വൺസിലേക്ക് വന്നാലേ നമുക്കത് അറിയുള്ളൂ. ബട്ട് സ്റ്റിൽ അഗെയിൻ വിത്ത് കൺവിക്ഷൻ എനിക്ക് പറയാം, ലാംഗ്വേജ് ഇസ് നോട്ട് എ ബിഗ് ബാരിയർ. ബേസിക് ലാംഗ്വേജ് വേണം. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അർത്ഥം മാറാണ്ട് അവർക്ക് കൺവേ ആയി പോകണം. അതുപോലും ഇല്ലെങ്കിൽ അതിന് വർക്ക് ചെയ്യണം. അത്ര മാത്രമേ ഇത് പറയാനുള്ളൂ. അല്ലാണ്ട് അതിനുവേണ്ടി നമ്മൾ കുറേ സമയം കളയുക, അങ്ങനത്തെ ഒരു എഫേർട്ടൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ബേസിക്കലി നമ്മുടെ കോൺഫിഡൻസിലും നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. ബേസിക്കലി ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു ടേം അവിടെ ഉപയോഗിക്കുന്നില്ല. അവർ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതിന് നമ്മളുള്ള ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ അതിനെ കാണിക്കുന്നു എന്നുള്ളതായിരിക്കാം. സോ ബേസിക് ഇംഗ്ലീഷും, ഫോർ എക്സാമ്പിൾ ഹിന്ദി പറയുന്നവരാണെങ്കിൽ ബേസിക് ഹിന്ദി, അല്ലെങ്കിൽ മലയാളം പറയുന്നവരാണെങ്കിൽ ബേസിക് മലയാളം, അതിനെ നല്ല രീതിയിൽ കൺവേ ചെയ്ത് എത്തിക്കാൻ പറ്റുന്നൊരു കഴിവുണ്ടായാൽ മാത്രമാണ്. സോ നമ്മുടെ UPSC ജേർണിയിൽ എസ്പെഷ്യലി ഇപ്പം നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ മെയിൻസ് ആൻസർ റൈറ്റിംഗ്, മെയിൻസ് ടെസ്റ്റ് സീരീസ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഫീഡ്ബാക്സ് ദെൻ റെക്ടിഫിക്കേഷൻ, ആ ഒരു ലൂപ്പാണ് എപ്പോഴും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ എപ്പോഴും മെൻറ്റേഴ്സ് ഈ ഒരു കാര്യത്തിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മെൻറ്റർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് ലൈഫിൽ എപ്പോഴും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു എക്സാം മാത്രമല്ല, ഏത് കാര്യത്തിനാണെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് വരുന്നെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ ഒരു ജേർണി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ എനിക്ക് അതിൻ്റെ ഷോർട്ട് ഫോൾസ് ഉണ്ടായിരുന്നു. ഈവൻ ദോ അമൃതയിൽ നമ്മൾ പഠിച്ചെങ്കിലും എനിക്ക് ഫിസിക്കലി ആരുമായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ മെൻറ്റർഷിപ്പ് എപ്പോഴും നമ്മൾ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോഴാണ് നമുക്ക് പല ഇമോഷൻസും കൺവേ ചെയ്യാനും പല ഡൗട്ട്സും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും പറ്റുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഷോർട്ട് ഫോൾസ് ആദ്യത്തെ കൊല്ലം ഉണ്ടായിരുന്നു. സെക്കൻഡ് കൊല്ലം പിന്നെ ഞാൻ മെൻറ്റർഷിപ്പ് ഒന്നും വേണ്ട, ഞാൻ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ബട്ട് ബേസിക് ഐഡിയ ഞാൻ പലരുടെയും നിന്നും ചോദിച്ചിട്ടുണ്ട്. സോ ഒരാളെ മെൻറ്ററാക്കി വെക്കാണ്ട് പല സീനിയർ ആയിട്ടുള്ള ആസ്പിറൻസിനെയും എടുത്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് എടുത്തു
അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാനൊരു സ്പെസിഫിക് മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ പ്രോബബ്ലി ആഫ്റ്റർ ക്ലിയറിങ് പ്രിലിംസാണ് ഞാൻ ചെയ്തേക്കണേ. അതായത് പലരുടെ അടുത്തും പോയി മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ ഒരു മെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല മെൻറ്റേഴ്സും ഉണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് എൻ്റെ ആൻസേഴ്സ് കാണിച്ച് ഫീഡ്ബാക്ക് മേടിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ പോസ്റ്റ് പ്രിലിംസാണ് ചെയ്തേക്കണത്. എഗെയിൻ വൺ ഓൺ വൺസ് കുറേ മെൻറ്റേഴ്സായിട്ട് എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും റിഫൈൻഡ് ആയിട്ട് ഇരിക്കും. കാരണം എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം ഇവർക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ടാവും. ഇവർ ചിലപ്പോൾ 100 കണക്കിന് ആൾക്കാരെ കാണുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് നമുക്ക് തരും. നമ്മുടെ പോസിറ്റീവ് അവർക്ക് കൊടുക്കും. സോ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ള രീതിയിൽ നമുക്ക് ഈ കാര്യം നടക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ മെൻറ്റർഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം, ഒന്ന് നമുക്ക് ടു മച്ച് മെറ്റീരിയൽസ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എ ന്യൂ ആസ്പിരൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ടു മച്ച് മെറ്റീരിയൽസ് ആൻഡ് ഓൾസോ ടു മച്ച് സജഷൻസ് ഫ്രം മേ ബി പിയർ ഗ്രൂപ്പ് എന്നുള്ളതാവാം. നമ്മുടെ ചുറ്റിലും കാണുന്ന എല്ലാവരും, എസ്പെഷ്യലി ഇപ്പം ട്രിവാൻഡ്രത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആസ്പിരൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സജഷൻസ് ഓൾസോ കിട്ടും. സോ ഇതും ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പല ആസ്പിരൻസിനും എത്തിക്കുന്നുണ്ട്. നമ്മളെങ്ങനെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇതാണ് നമുക്ക് വർക്ക് ആവാൻ പോകുന്നത്, അതെങ്ങനെ നമ്മൾ റിയലൈസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? ഇതിൽ കുറച്ച് നമ്മൾ സെൽഫ് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എഗെയിൻ മെൻറ്റർഷിപ്പിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോഴും എല്ലാ മെൻറ്റേഴ്സ് പറയുന്നതും എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. സോ അതിലെ പിക്ക് ആൻഡ് ചൂസ് ആണ്. നമുക്ക് എന്ത് വർക്കൗട്ട് ആവുന്നോ അത് നമ്മൾ എടുക്കുക. അതിന് നമുക്കൊരു യുക്തി ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാവരും ബേസിക് ആയിട്ടുള്ള യുക്തിയുള്ള മനുഷ്യന്മാരാണ്. നമുക്ക് ആവശ്യം നമുക്ക് വർക്കൗട്ട് എന്താണ്, ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അത് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സോഴ്സിൻ്റെ കാര്യത്തിൽ അഗെയിൻ ശരിയാണ്, 100 കണക്കിന് അക്കാഡമീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. എല്ലാവരും സോഴ്സസ് അവരുടെ സ്വന്തമായിട്ട് ഇറക്കുന്നുണ്ട്. ഒരു 10-20% ഡിഫറൻസസ് വരെ ഉണ്ടാവും. ചിലപ്പോൾ ഫാക്ട്സിൽ വരെ ചെറിയ മാറ്റങ്ങളും ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ് ദാറ്റ് ദേ ഡിപ്പെൻഡ്. സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു 100% ഈ അക്കാഡമി അല്ലെങ്കിൽ ഈ സോഴ്സാണ് നല്ലതെന്നും പറയാൻ പറ്റില്ല. സോ ഏതെങ്കിലും ഒരു സോഴ്സ്, ഞാൻ സ്പെസിഫിക്കലി പറയുന്നത് കറണ്ട് അഫയേഴ്സിന് ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഏതെങ്കിലും ഒരു സോഴ്സ് എല്ലാവർക്കും ബേസിക് ഒരു 70-80% കറക്റ്റായിട്ടുള്ള ഫാക്ട്സ് തന്നെയായിരിക്കും. അത് ചൂസ് ചെയ്ത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. തെറ്റുകളുണ്ടാവാം, അതെല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാവാം. ചിലപ്പോൾ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ റിസർച്ച് നടത്തിയ ടീമിൻ്റെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സ് ആയിരിക്കാം. ഇതൊക്കെ എല്ലാ ടീംസിലും എപ്പോഴും നടക്കുന്നതാണ്. അപ്പോൾ അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ ഒരു ഫാക്റ്റ് മാത്രമല്ലല്ലോ നമ്മുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. അതിൽ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഏതാണെന്നുള്ളത് നമ്മൾ തന്നെ ചൂസ് ചെയ്യേണ്ട കാര്യമാണ്. സോ ഐ തിങ്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തു. സോ നമുക്ക് ഈ ഒരു അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് അക്ഷയ് ഉദ്ദേശിക്കുന്ന സർവീസ്, അതായത് ഇന്ത്യൻ പോലീസ് സർവീസ് തന്നെ കിട്ടട്ടെ അലോക്കേഷൻ വരുമ്പോഴത്തേക്കും എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അമൃത IAS അക്കാഡമി ടീമിൻ്റെ ഒരു ആഗ്രഹം. താങ്ക് യു സർ. അടുത്തൊരു മെയിൻസ് മേ ബി നമുക്കത് എഴുതാതെ തന്നെ അല്ലെങ്കിൽ അടുത്തൊരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ഒരു സർവീസിലേക്ക്, ഉദ്ദേശിച്ച സർവീസിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. താങ്ക് യു സർ. സോ ആൻഡ് ഓൾസോ അത് കഴിഞ്ഞു ഇൻ സർവീസ് വിഷ് യു ഓൾ സക്സസ് അഹെഡ്. താങ്ക് യു സർ. താങ്ക് യു.